ഷഫീദ്, ഗുഡ് മോർണിംഗ്. തലസ്ഥാന നഗരമാണ്. നഗരത്തിലാകെ എന്താണ് പുതിയ ട്രെൻഡുകൾ? ഒരു ത്രികോണ മത്സരം അതിൻ്റെതായ അർത്ഥത്തിൽ നടക്കുന്ന മണ്ഡലമായി തിരുവനന്തപുരം ഇതിനോടകം മാറിയിട്ടുണ്ടോ? ഒപ്പം അണികളും പ്രവർത്തകരും എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ്? ഇന്ന് മൂന്ന് പ്രവർത്തകരുടെയും മൂന്ന് മുന്നണികളുടെയും കൊട്ടിക്കലാശ കേന്ദ്രീകരിക്കുന്നത് എവിടെയാണ്? ഏറ്റവും പുതിയ ട്രെൻഡുകൾ എന്ത്? ഗുഡ് മോർണിംഗ് പ്രജിൻ. ഈ സൂപ്പർ ക്ലൈമാക്സിൽ ട്വിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്ന തലസ്ഥാന മണ്ഡലം തിരുവനന്തപുരം മണ്ഡലത്തിൽ അൺപ്രഡിക്റ്റബിൾ ആണ് കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് കളത്തിൽ ആദ്യം കളം നിറഞ്ഞ പന്ന്യൻ രവീന്ദ്രനും അതേപോലെ തന്നെ അവസാനമെത്തിയ രാജീവ് ചന്ദ്രശേഖറും അടക്കം കഴിഞ്ഞ ഒരു മാസക്കാലം തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് നടത്തിയ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു റിസൾട്ട് അത് നമുക്ക് ഈ കൊട്ടിക്കലാശത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലം എന്നുള്ള പരിവേശം നേരത്തെ തന്നെ തിരുവനന്തപുരത്തിനുണ്ട്. കാരണം സിറ്റിംഗ് എം പി ആയിട്ടുള്ള വിശ്വപൗരൻ എന്ന വിശേഷണമുള്ള ശശി തരൂർ, ജനകീയ മുഖമുള്ള പന്ന്യൻ രവീന്ദ്രൻ, അതേപോലെ തന്നെ കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ ഇവർ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ ജനമനസ് എങ്ങോട്ട് ചിന്തിക്കും, ആർക്കൊപ്പം നിൽക്കുമെന്നുള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യമാണ്. അടിയൊഴുക്കുകൾ കാര്യമായി ബാധിക്കുന്ന എല്ലാ കാലത്തും പോളിംഗ് ഡേക്ക് ഉച്ചയ്ക്ക് ശേഷം വലിയ ട്വിസ്റ്റുകൾ സംഭവിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇക്കുറി എല്ലാ വിഷയങ്ങളും ദേശീയ പ്രാദേശിക വിഷയങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായി. എല്ലാ ദേശീയ വിഷയങ്ങളുടെയും അലയൊലികളും പ്രതിഷേധങ്ങളും കണ്ട സ്ഥലം കൂടിയാണ് തിരുവനന്തപുരം മണ്ഡലം. CA വിഷയമാണെങ്കിലും കേരള സ്റ്റോറി ആണെങ്കിലും മാസപ്പടി ആണെങ്കിലും ഒക്കെ അതിന്റെ പ്രതിഷേധം ആദ്യമലയായി ഉയർന്നത് തിരുവനന്തപുരത്താണ്, തലസ്ഥാനത്താണ് എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല. മറ്റൊന്ന് പ്രാദേശിക വിഷയങ്ങളാണ്. അത് പൊഴിയൂരിൽ തുടങ്ങുന്നു. പ്രചരണത്തിന്റെ ആദ്യഘട്ടത്തിൽ പൊഴിയൂരിൽ കേന്ദ്രമന്ത്രി ഈ രാജീവ് ചന്ദ്രശേഖരൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചു എന്നതിൽ തുടങ്ങി ഏറ്റവും ഒടുവിൽ ശശി തരൂരിനെതിരെ രാജീവ് ചന്ദ്രശേഖർ നൽകിയ പരാതി അടക്കം വലിയ തരത്തിൽ മണ്ഡലത്തിൽ ചർച്ചയായി. ന്യൂനപക്ഷ ഏകീകരണം ഏത് വിധത്തിൽ നടക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിലെ റിസൾട്ട് എന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. കാരണം അതാണ് മൂന്ന് മുന്നണികളും ഏറ്റവും ആകാംക്ഷയോടെ നിരീക്ഷിക്കുന്ന ഒരു കാര്യവും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. ശശി തരൂരിനെ സംബന്ധിച്ച മണ്ഡലം നിലനിർത്തണമെങ്കിൽ സ്വാഭാവികമായും ന്യൂനപക്ഷ ഏകീകരണം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെ സാധ്യമാകുമെന്നുള്ള കാര്യം ആണ് പ്രധാനമായും പരിശോധിക്കുന്നതായാലും അതിന്റെ അടക്കം ആത്മവിശ്വാസം നമുക്കിന്ന് കുട്ടിക്കലാശത്തിൽ പ്രതീക്ഷിക്കാം. പെരൂർക്കടയാണ് പ്രധാന കുട്ടിക്കലാശ കേന്ദ്രം. അവിടെ 5 മണിയോടുകൂടി 3 സ്ഥാനാർത്ഥികളും എത്തും. കൂടാതെ കഴക്കൂട്ടം, ശ്രീകാര്യം, നെയ്യാറ്റിൻകര, വിഴിഞ്ഞം അടക്കമുള്ള സ്ഥലങ്ങളിലും വൈകിട്ട് 3 മണിയോടുകൂടി റോഡ് ഷോകൾ ഉണ്ടാകും. മാത്രവുമല്ല പ്രധാനപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന റോഡ് ഷോകളായിരിക്കും ഉണ്ടാവുക. 5 മണിയോടുകൂടിയായിരിക്കും സ്ഥാനാർത്ഥികൾ 3 പേരും പെരൂർക്കടയിലേക്ക് എത്തി അവരുടെ ശക്തി പ്രകടനം നടത്തുക. പ്രജിത്. യെസ്, അപ്പോൾ ഷഫീദ് റാവുത്തറാണ് തലസ്ഥാന നഗരത്തിൽ നിന്നും പുതിയ വിശേഷങ്ങൾ പങ്കുവച്ചത്. അപ്പം